നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്നും വീണ്ടും കൊഴിഞ്ഞുപോക്ക്. ഉന്നതാധികാര സമിതി അംഗം അറക്കൽ ബാലകൃഷ്ണപിള്ള രാജിവെച്ചു. SSLC മൂല്യനിർണ്ണയം പൂർത്തിയായി. മെയ് 5 മുൻപ് ഫലം പ്രസിദ്ധീകരിച്ചേക്കും. മുണ്ടക്കയം ബൈപ്പാസിൽ വാഹനാപകടം. 3 വണ്ടികൾ കൂട്ടിയിടിച്ചു. 5 പേർക്ക് പരിക്ക്. വാർത്തകൾ വിശദമായി. കോട്ടയത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ തുടങ്ങിയ പാളയത്തിൽപ്പെട കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ തുടരുന്നു. ജോസഫ് വിഭാഗം ഉന്നതാധികാര സമിതി അംഗം അറക്കൽ ബാലകൃഷ്ണപിള്ള പാർട്ടിയിൽ നിന്നും രാജിവെച്ചു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ഉന്നതാധികാര സമിതി അംഗവും പാർട്ടിയുടെ കൊല്ലം ജില്ലാ പ്രസിഡന്റുമായ അറക്കൽ ബാലകൃഷ്ണപിള്ള രാജിവെച്ചു. PJ ജോസഫും കൂട്ടരും തികച്ചും വഞ്ചനാപരമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും വ്യക്തമായ ഭരണഘടനയോ നയപരിപാടികളോ ഇല്ലാതെ ഏതാനും ചില വ്യക്തികളുടെ രാഷ്ട്രീയ താൽപര്യം മാത്രം സംരക്ഷിക്കാൻ പ്രവർത്തിക്കുന്ന PJ ജോസഫ് നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും രാജിവെക്കുകയാണെന്നും അറക്കൽ ബാലകൃഷ്ണപിള്ള പറഞ്ഞു. കോട്ടയത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ തുടങ്ങിയ പാളയത്തിൽപ്പെട ജോസഫ് ഗ്രൂപ്പിൽ തുടരുകയാണ്. ഫ്രാൻസിസ് ജോർജിനെ പാർട്ടിയിൽ സ്വീകരിക്കുന്നതിൽ ആരംഭിച്ച മോൻസ് ജോസഫിന്റെ എതിർപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രകടിപ്പിച്ചു. ഉറച്ച നിലപാടില്ലാത്ത ആളാണ് ഫ്രാൻസിസ് ജോർജ് എന്നും അറക്കൽ ബാലകൃഷ്ണപിള്ള പറഞ്ഞു. കേരള കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെയും ഇപ്പോൾ അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന UDFനെ തന്നെയും രാഷ്ട്രീയമായി വഞ്ചിച്ചയാളാണ് ഫ്രാൻസിസ് ജോർജ് എന്നും അറക്കൽ ബാലകൃഷ്ണപിള്ള കുറ്റപ്പെടുത്തി. ഒരു കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ തുടർ ഭരണത്തിന് തടസ്സമുണ്ടാകത്തക്ക രീതിയിൽ തക്ക സമയത്ത് പാർട്ടിയിൽ നിന്നും മാറി പാർട്ടിയെ ചതിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി. അങ്ങനെയുള്ള ഒരു വ്യക്തിയും കൂടെയാണ്. ഉറച്ച നിലപാടില്ലാത്ത ഒരാളാണ് ശ്രീ ഫ്രാൻസിസ് ജോർജ്. പക്ഷേ വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ഞാൻ ചോദ്യം ചെയ്തില്ലെങ്കിലും മോൻസിന് അതിഷ്ടമായിരുന്നില്ല. അതിപ്പോഴും അവർ തമ്മിലുള്ള തർക്കം തുടർന്നുകൊണ്ടിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമ്പിലിന്റെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് മുൻ ചെയർമാൻമാരായിരുന്ന KM മാണിയുടെയും CF തോമസിന്റെയും ഖബറിടത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. തുടർന്ന് കോട്ടയം മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. വൈസ് ചെയർമാൻ പ്രൊഫസർ ബാലുജി വെള്ളിയേക്കര, ജനറൽ സെക്രട്ടറി പ്രസാദ് ഉരുളികുന്നം, ട്രഷറർ റോയി ജോസ് തുടങ്ങിയവരും പങ്കെടുത്തു. ഇന്ന് നമുക്കറിയാം, കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ വീണ്ടും ഒരു തുടർഭരണം കൂടി അവർക്കുണ്ടാകുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ആ കേന്ദ്ര സർക്കാരിനോടൊപ്പം ചേർന്നുകൊണ്ട് നമ്മുടെ കേരളത്തിലെ റബ്ബർ കാർഷിക മേഖല ഉൾപ്പെടെയുള്ള കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, അതോടൊപ്പം തന്നെ വന്യമൃഗ ആക്രമണത്തിൽ നിന്നും നമ്മുടെ കേരളത്തിലെ കൃഷിക്കാരെ മോചിപ്പിക്കുക, അതോടൊപ്പം തന്നെ തെരുവുനായ ആക്രമണം നമ്മുടെ നാട്ടിൽ വളരെ രൂക്ഷമായ രീതിയിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാക്കുവാൻ ആ മുന്നണി ഗവൺമെന്റിനെ കൊണ്ട് സാധിക്കും, അല്ലെങ്കിൽ അതിൽ പ്രഷർ ചെയ്തെടുക്കുക എന്നതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. മാത്രമല്ല, ഇവിടെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമൊക്കെ ഈ മുന്നണിയിൽ നിന്നുകൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടി ഈ കൃഷിക്കാർക്കും സാധാരണക്കാർക്കും തൊഴിലാളികൾക്കും വേണ്ടിയുള്ള പോരാട്ടം നടത്തുവാനാണ് ആഗ്രഹിക്കുന്നത്. SSLC ഉത്തരക്കടലാസ് മൂല്യനിർണ്ണയം പൂർത്തിയായി. മെയ് 5 മുൻപ് പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുമെന്നാണ് റിപ്പോർട്ട്. ഏപ്രിൽ 3 ബുധനാഴ്ചയാണ് SSLC ഉത്തരക്കടലാസിന്റെ മൂല്യനിർണ്ണയം ആരംഭിച്ചത്. സംസ്ഥാനത്ത് ആകെ 70 ക്യാമ്പുകളിലായി 1000-ഓളം അധ്യാപകരാണ് SSLC മൂല്യനിർണ്ണയം നടത്തിയത്. SSLC പരീക്ഷയുടെ 38.5 ലക്ഷം ഉത്തരക്കടലാസുകളും ഹയർ സെക്കൻഡറിയിൽ 52 ലക്ഷവും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 3.4 ലക്ഷം ഉത്തരക്കടലാസുകളുമാണ് മൂല്യനിർണ്ണയത്തിനുണ്ടായിരുന്നത്. മെയ് 5 മുമ്പ് പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുമെന്നാണ് റിപ്പോർട്ട്. പാലാ മഹാത്മാഗാന്ധി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപകൻ മൂല്യനിർണ്ണയം പൂർത്തിയായതിന്റെ സന്തോഷം മൂല്യനിർണ്ണയം നടത്തിയ അധ്യാപകർക്ക് മധുരം വിതരണം ചെയ്ത് പങ്കിട്ടു. പാലാ വിദ്യാഭ്യാസ ജില്ലയിലെ SSLC പരീക്ഷാ കേന്ദ്രമായിരുന്നു നമ്മുടെ സ്കൂള് MGHSS പാല. ഏകദേശം 50,000 പേപ്പറായിരുന്നു നമുക്ക് ഗ്രാജുവേഷൻ ഉണ്ടായിരുന്നത്. ഏപ്രിൽ 3 തുടങ്ങി ഏപ്രിൽ 20 അവസാനിക്കുന്നു. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ വളരെ ഭംഗിയായി ഗ്രാജുവേഷൻ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ അധ്യാപകരും ചീഫുമാരും വളരെ സന്തോഷത്തോടെ ഗ്രാജുവേഷൻ പൂർത്തീകരിച്ച് ഇന്ന് മടങ്ങുകയാണ്. പേപ്പർ ഒന്നും പെൻഡിങ് വന്നിട്ടില്ല. എല്ലാ മാർക്കും നമുക്ക് പരീക്ഷാ ഭവനിലേക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ സ്കൂളിൽ കെമിസ്ട്രിയും മലയാളം ഫസ്റ്റ് പേപ്പറുമായിരുന്നു മൂല്യനിർണ്ണയം നടത്തിയത്. 50,000 ഉത്തരക്കടലാസുകളാണ് മാർക്കിട്ടത്. ന്യൂസ് ബ്യൂറോ, പാലാ. മുണ്ടക്കയം ബൈപ്പാസിൽ 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. 5 പേർക്ക് പരിക്കേറ്റു. വേഗത നിയന്ത്രണ സംവിധാനങ്ങളോ നിരീക്ഷണ ക്യാമറകളോ ഇല്ലാത്തതിനാൽ വാഹനങ്ങൾ അമിത വേഗത്തിലാണ് ഇതുവഴി വരുന്നത്. മുണ്ടക്കയം ബൈപ്പാസ് റോഡിൽ 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യാത്രക്കാരായ 5 പേർക്ക് പരിക്കേറ്റു. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ്.
മുണ്ടക്കയം സ്വദേശിയുടെ ഓട്ടോയും കാറും ഒരു പിക്കപ്പ് ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്ന് രാവിലെ 11 മണിയോടെയായിരുന്നു അപകടം. നാട്ടുകാർ ചേർന്നാണ് പരിക്കേറ്റവരെ പുറത്തെടുത്തത്. പരിക്കേറ്റവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവർക്ക് വയറിനും തലയ്ക്കുമായാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇടിയുടെ ആഘാതത്തിൽ 3 വാഹനങ്ങളും പൂർണ്ണമായി തകർന്നു. നിരീക്ഷണ ക്യാമറകളും വേഗനിയന്ത്രണ സംവിധാനങ്ങളും ഇല്ലാത്ത ഈ മേഖലയിൽ അപകടങ്ങൾ പതിവാണ്. ചെക്കിങ്ങും ക്യാമറകളും ഇല്ലാത്തതിനാൽ 90 കിലോമീറ്റർ മുതൽ 120 കിലോമീറ്റർ വരെ വേഗത്തിലാണ് വണ്ടികൾ ഇതുവഴി പായുന്നത്. അമിത വേഗമാണ് അപകടങ്ങൾക്ക് കാരണമെന്നറിഞ്ഞിട്ടും വേഗനിയന്ത്രണത്തിലുള്ള സംവിധാനങ്ങളൊന്നും സ്ഥാപിക്കാത്തതിൽ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. ഇളംകുളം ശ്രീ മുത്താരമ്മൻ കോവിലിൽ ശ്രീമദ് ഗരുഡ പുരാണ മഹായജ്ഞം ഞായറാഴ്ച സമാപിക്കും. രാവിലെ 11 മണിക്ക് അവഭൃത സ്നാന ഘോഷയാത്രയോടെ യജ്ഞത്തിന് സമാപനമാകും. ഇളംകുളം ശ്രീ മുത്താരപ്പൻ കോവിലിൽ നടക്കുന്ന ഗരുഡ പുരാണ മഹായജ്ഞം അവസാന ദിനത്തിലേക്ക്. 6ാം ദിവസമായ ശനിയാഴ്ച രാവിലെ വിഷ്ണു സഹസ്രനാമ ജപത്തിന് ശേഷം പാരായണം തുടങ്ങി. തൃപ്പൂണിത്തുറ പി രാമദേവിയുടെ കാർമ്മികത്വത്തിലാണ് പാരായണം നടക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തതായിരിക്കുന്ന പുണ്യകർമ്മത്തിന്റെയും പാപകർമ്മത്തിന്റെയും അടിസ്ഥാനത്തിൽ പാപം ചെയ്തവർക്ക് ഈ ജന്മത്തിൽ ദുഷ്കർമ്മ ഫലങ്ങളെ അനുഭവിക്കേണ്ട, അല്ലെങ്കിൽ ദുഷ്കർമ്മ ഫലങ്ങളെ രൂപം പ്രാപിച്ച പോലുള്ളതായിരിക്കുന്ന രോഗങ്ങൾ വന്നുപെടുന്നു എന്ന് പറഞ്ഞിട്ടാണ്. മാനസിക ദുഃഖവും അതുപോലെ ശാരീരിക രോഗവും പിടിപെട്ടിട്ടും ജീവിതത്തോടുള്ള ആശയും അതുപോലെ ഉത്കണ്ഠയും നഷ്ടപ്പെടാതെ കഴിയുന്നതായിരിക്കുന്ന ആളുകളെ കൊണ്ടുപോകുന്നതിനായിട്ട് വളരെ ബലവാനായിരിക്കുന്ന ഒരാള് പതുങ്ങി വരുമെന്നാണ് പറയുന്നത്. യജ്ഞത്തോടനുബന്ധിച്ച് തിലഹവനം നടന്നു. യജ്ഞത്തിന് ഞായറാഴ്ച സമാപനമാകും. 11 മണിക്ക് യജ്ഞസമർപ്പണവും തുടർന്ന് അവഭൃത സ്നാന ഘോഷയാത്രയും നടക്കും. ഗരുഡൻ പർവ്വ, വാദ്യമേളങ്ങൾ, താലപ്പൊലി എന്നിവയുടെ അകമ്പടിയോടെ ഇളംകുളം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര ആറാട്ടുകുളത്തിങ്കിൽ നിന്നാണ് ഘോഷയാത്ര ആരംഭിക്കുന്നത്. ശ്രീ മഹാവിഷ്ണു ഗരുഡന് ഉപദേശിച്ചു കൊടുക്കുന്ന പുരാണമാണ് ഗരുഡ പുരാണം. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോലി ബി SDPI കോർപ്പറേറ്റ് കൂട്ടുകെട്ടിന് മതേതര കേരളം തിരിച്ചടി നൽകണമെന്ന് നാഷണൽ ലീഗ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കോൺഗ്രസിന്റെയും BJPയുടെയും ലക്ഷ്യം ഇടതുപക്ഷ വേട്ട മാത്രമാണെന്നും സംസ്ഥാന നേതാക്കളായ ജലീൽ പുനലൂർ, കൊച്ചു മുഹമ്മദ് സാഹിബ്, സലീം വാഴമറ്റം എന്നിവർ കോട്ടയത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ രണ്ടുപേരുടെയും ലക്ഷ്യം ഇടതുപക്ഷ വേട്ട മാത്രമായി പരിമിതപ്പെട്ടിരിക്കുന്നു. സത്യത്തിൽ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരാൻ മതിയായ ഭൂരിപക്ഷം ഉണ്ടാകേണ്ടത് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. വിശേഷിച്ച ഇന്ത്യയുടെ ഹൃദയഭൂമിയായ UP അടക്കമുള്ള പ്രദേശം. ഒരു AICCയുടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധി, AICCയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ അടക്കമുള്ളവർ, കോൺഗ്രസിന്റെ ഉന്നത നേതാക്കൾ കേരളത്തിൽ തളയ്ക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ വട്ടം കറങ്ങുകയാണ്. മുത്തോലിക്കവല ഭാഗത്ത് റോഡരികിലുള്ള കുഴി ഇരുചക്ര വാഹന യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. റോഡിന്റെ വശം ചേർന്ന് വാഹനങ്ങൾ വരുമ്പോൾ കുഴിയിലേക്ക് വീഴുന്നത് നിത്യസംഭവമായി മാറി. ഏറ്റുമാനൂർ പാലാ സംസ്ഥാന പാതയിലെ ഏറെ തിരക്കേറിയ മുത്തോലി ടൗൺ ഭാഗത്ത് റോഡ് സൈഡിലെ കുഴി അപകട ഭീഷണിയാവുന്നു. ഇരുചക്ര വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കുമാണ് ഏറെ ഭീഷണി ഉയർത്തുന്നത്. തിരക്കേറിയ ഈ ഭാഗത്ത് വാഹനങ്ങൾ വശം ചേർന്ന് വരുമ്പോൾ ഇരുചക്ര വാഹനങ്ങൾ റോഡരികിലേക്ക് ചേർക്കുമ്പോൾ റോഡിൽ നിന്നും സാമാന്യം ആഴത്തിലുള്ള കുഴിയിലേക്കാണ് ചെന്നു പതിക്കുന്നത്. ഇരുചക്ര വാഹനങ്ങളിൽ പലതും ഇങ്ങനെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. രാത്രികാലത്ത് വശങ്ങളിലേക്ക് പെട്ടെന്ന് മാറുന്ന കാൽനട യാത്രക്കാരും ഇവിടെ വീണ് പരിക്കേറ്റിട്ടുണ്ട്. സമീപത്തെ ഹോസ്റ്റലുകളിലായി 100 കണക്കിന് വിദ്യാർത്ഥികളാണുള്ളത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കാൽനടയായി യാത്ര ചെയ്യുന്ന ഇവരും അപകട ഭീഷണിയിലാണ്. ചെറുതും വലുതുമായ നിരവധി വാഹനാപകടങ്ങളാണ് ഈ ഭാഗത്തുണ്ടായിട്ടുള്ളത്. വിവിധ സംഘടനകളും നാട്ടുകാരും പരാതിയുമായി രംഗത്ത് വന്നപ്പോൾ നാറ്റ്പാക് സംഘം പരിശോധന നടത്തിയെങ്കിലും ക്രമീകരണങ്ങളോ തുടർ നടപടികളോ ഉണ്ടായിട്ടില്ല. പ്രദേശത്തെ അപകട ഭീഷണി ഒഴിവാക്കാൻ ഉടനടി നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പാലാ. ചാമമ്പതാൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഉത്രം തിരുവുത്സവത്തിന് തുടക്കമായി. 2ാം ദിവസമായ ശനിയാഴ്ച രാവിലെ ഗണപതി ഹവനം, വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു. തുടർന്ന് ചതുശുദ്ധി, ധാര, പഞ്ചകം, കലശം എന്നിവ ഉണ്ടായിരുന്നു. സമാപന ദിവസമായ ഞായറാഴ്ച 25 കലശം, കലശാഭിഷേകം എന്നിവ നടക്കും. പകൽ 11:30-ക്കാണ് കളഭാഭിഷേകം. വെള്ളൂർ
നാടൻ പന്തുകളി ലോകകപ്പ് സെമി ഫൈനൽ തുടങ്ങി. ഇനി തീപാറുന്ന പോരാട്ടം. ആദ്യ സെമി ഫൈനലിൽ പുതുപ്പള്ളിയും കുമാരനെല്ലൂരുമാണ് ഏറ്റുമുട്ടിയത്. അടുത്ത സെമി ഫൈനൽ തിങ്കളാഴ്ച വൈകുന്നേരം 6:30 നടക്കും. കാൽപന്ത് കളിയുടെ ആവേശം വാനോളമുയർത്തി വെള്ളൂർ ലോകകപ്പ് സെമി ഫൈനലുകൾ. കേരള നേറ്റീവ് ബോൾ ഫെഡറേഷനും നേറ്റീവ് ബോൾ ഫ്രണ്ട്സും സംയുക്തമായാണ് വെള്ളൂർ ലോകകപ്പ് നാടൻ പന്തുകളി മത്സരം ഒരുക്കിയിരിക്കുന്നത്. ലോകകപ്പ് മാതൃകയിലുള്ള സണ്ണി ഞാറക്കൽ മെമ്മോറിയൽ കപ്പ് സ്വന്തമാക്കുന്നതിനായുള്ള സെമി ഫൈനൽ മത്സരമാണ് നടക്കുന്നത്. ആദ്യ സെമി ഫൈനലിൽ കുമാരനെല്ലൂർ ടീം പുതുപ്പള്ളി ടീമിനെ നേരിട്ടു. 22-ാം തീയതി തിങ്കളാഴ്ച നടക്കുന്ന രണ്ടാം സെമിയിൽ മീനടവും മീനടവും ഏറ്റുമുട്ടും. ചാമ്പ്യന്മാർക്ക് ലോകകപ്പ് ട്രോഫിക്ക് പുറമെ 50,000 രൂപ ക്യാഷ് പ്രൈസും നൽകും. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. വ്യത്യസ്തമായ ഒരു വിപണി പരീക്ഷിക്കുകയാണ് എലിക്കുളം സ്വദേശി ബാബു. തേനൂറും വരിക്കച്ചക്കപ്പഴം വിൽക്കുകയാണ് ഇദ്ദേഹം. കിലോയ്ക്ക് 60 രൂപയ്ക്കാണ് ചക്കപ്പഴം വിൽക്കുന്നത്. വേനലിൽ പലവിധ പഴങ്ങൾ വിപണിയിൽ സുലഭമാണ്. എന്നാൽ വ്യത്യസ്തമായ വിപണന സാധ്യതയുമായി എത്തിയതാണ് എലിക്കുളം സ്വദേശി നിരപ്പേൽ ബാബു. കഴിഞ്ഞ 3 മാസമായി സുഹൃത്തുക്കളായ നിരവധി പേരിൽ നിന്നും സംഭരിച്ചാണ് വരിക്കച്ചക്കപ്പഴം വിൽപ്പനയ്ക്കായി കൊണ്ടുവരുന്നത്. ഒരു ദിവസം 80 കിലോ വരെ വിൽക്കാറുണ്ടെന്ന് ബാബു പറയുന്നു. ഒരു ചക്കയ്ക്ക് ഏകദേശം 7 കിലോ തൂക്കം വരുന്നുണ്ട്. മുൻപ് പലഹാര ബിസിനസ് ആയിരുന്നു. പക്ഷാഘാതം പിടിപെട്ടതിനെ തുടർന്ന് വലിയ ജോലികൾ ചെയ്യാൻ കഴിയാത്തതിനാലാണ് സുഹൃത്തുക്കളുടെ നിർദ്ദേശപ്രകാരം ചക്കപ്പഴ വിപണിയിലേക്ക് തിരിഞ്ഞത്. ഒരു 3 മാസങ്ങൾക്ക് മുമ്പാണ് ഈ ചക്ക ബിസിനസ്സായിട്ട് ഇറങ്ങി ഈ വഴി വന്നിരിക്കാനായിട്ട്. അതിന് മുന്നേ എനിക്ക് പലഹാരത്തിൻ്റെ പണിയായിരുന്നു. പലഹാരം ഉണ്ടാക്കി വിൽക്കുന്നതിന് ബേക്കറികളിൽ കൊണ്ട് സപ്ലൈ ചെയ്യുന്ന പണിയായിരുന്നു. അപ്പോൾ ഒരു 6 മാസം മുമ്പ് എനിക്ക് സ്ട്രോക്ക് വന്നു. അതിനുമ്പോൾ എനിക്ക് ഹാർട്ട് പേഷ്യൻ്റാണ്. അങ്ങനെ രണ്ടും കൂടെ വന്നപ്പോഴും എനിക്ക് പിന്നെ വെച്ച് ഹാർഡ് വർക്ക് ചെയ്യാൻ വയ്യാത്തൊരവസ്ഥയായപ്പോൾ വലിയ ഹാർഡ് വർക്ക് ഇല്ലാത്തൊരു പണി എന്നുള്ളതാണ്. എനിക്ക് എൻ്റെ സ്നേഹം മുഖാന്തരമാണ് ഈ ഫീൽഡിലേക്ക് വരുന്നത്. ഈ ഫീൽഡിൽ വന്ന് ഒരു 3 മാസം മുന്നേ വരുമ്പം വലിയ കുഴപ്പമില്ലാത്തൊരു കച്ചവടം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് എല്ലാത്തിനും കച്ചക്കായി വന്നതുകൊണ്ട് എൻ്റെതായ പിന്നെ കച്ചവടത്തിൽ കുറവുണ്ട്. എന്നാലും മറ്റുള്ള എൻ്റെ അധ്വാനം ഇല്ലാത്തത് കൊണ്ട് ജീവിതോപാധി എന്നുള്ളതാണ് ഇതിനെ കൊണ്ട് കൊണ്ടുപോകുന്നത്. ധാരാളം വഴിയാത്രക്കാർ ചക്ക നിറച്ച ബാബുവിന്റെ വാഹനം കണ്ട് ഇറങ്ങി മേടിക്കാറുണ്ട്. 1 കിലോ വരിക്കച്ചക്കപ്പഴത്തിന് 60 രൂപയാണ് വില. 18 മാസം കൊണ്ട് കായ്ക്കുന്ന ബഡ് പ്ലാവിൻ തൈകൾ ബാബു ആവശ്യക്കാർക്ക് കൊടുക്കുന്നുമുണ്ട്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. സൗത്ത് പാമ്പാടി പൂതക്കുഴി ശ്രീവിലാസം AV ചിന്നമ്മ നിര്യാതയായി. സംസ്കാരം തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് വീട്ടുവളപ്പിൽ. അറിയിപ്പ്: കാഞ്ഞിരപ്പാറ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളി KCVM യൂണിറ്റും കങ്ങഴ MGDM ആശുപത്രിയും ചേർന്ന് 21-ാം തീയതി രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കാഞ്ഞിരപ്പാറ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളിയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു. സൗജന്യ പ്രമേഹ നിർണയ ടെസ്റ്റും ഡോക്ടർ സേവനവുമുണ്ട്. മാന്നാനം KE കോളേജ് സ്വാശ്രയ വിഭാഗത്തിൽ സൈക്കോളജി, കണക്ക് വിഷയങ്ങൾക്ക് അധ്യാപക ഒഴിവുണ്ട്. താൽപ്പര്യമുള്ളവർ മെയ് 30-ന് മുമ്പ് അപേക്ഷിക്കണം. നെറ്റ് പാസ്സായവർക്ക് മുൻഗണന. വിവരങ്ങൾക്ക് ഫോൺ 9496546707. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്നും വീണ്ടും കൊഴിഞ്ഞുപോക്ക്. ഉന്നതാധികാര സമിതി അംഗം അറക്കൽ ബാലകൃഷ്ണപിള്ള രാജിവെച്ചു. SSLC മൂല്യനിർണ്ണയം പൂർത്തിയായി. മെയ് 5-ന് മുൻപ് ഫലം പ്രസിദ്ധീകരിച്ചേക്കും. മുണ്ടക്കയം ബൈപ്പാസിൽ വാഹനാപകടം. 3 വണ്ടികൾ കൂട്ടിയിടിച്ചു. 5 പേർക്ക് പരിക്ക്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.